ചാലക്കുടി മണ്ഡലം UDF സ്ഥാനാർത്ഥിയും UDF കൺവീനറുമായ ബെന്നി ബെഹനാനെ ഹൃദയാഘാതത്തെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ആൻജിയോപ്ലാസ്റ്റിക്ക് വിധേയനാക്കിയ ബെന്നി ബെഹനാന് 10 ദിവസം വിശ്രമം വേണ്ടിവരുമെന്ന് ഡോക്ടർമാർ അറിയിച്ചു. ഇന്ന് പുലർച്ചെയോടെയാണ് കടുത്ത നെഞ്ചുവേദന അനുഭവപ്പെട്ടതിനെ തുടർന്ന് ചാലക്കുടി മണ്ഡലം UDF സ്ഥാനാർത്ഥിയും UDF കൺവീനറുമായ ബെന്നി ബെഹനാനെ കാക്കനാട്ടുള്ള സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ഡോക്ടർമാർ നടത്തിയ പരിശോധനയിൽ ഹൃദയധമനികൾ തടസ്സമുള്ളതായി കണ്ടെത്തി. തുടർന്ന് അടിയന്തരമായി ഇദ്ദേഹത്തെ ആൻജിയോപ്ലാസ്റ്റി സർജറിക്ക് വിധേയനാക്കി. ഇന്നലെ രാത്രി 3 മണിക്കാണ് പെട്ടെന്ന് ബുദ്ധിമുട്ടുണ്ടായത്. കൈവേദന പോലെയാണ് ആദ്യം വന്നത്. അതിന് നെഞ്ചരിച്ചിൽ പോലെ വന്നു. പിന്നെ വേർത്ത്. അപ്പം തന്നെ ഡോക്ടറെ വിളിച്ച് പറഞ്ഞ് ഇവിടെ എത്തിക്കാൻ പറ്റി. കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ ആൻജിയോപ്ലാസ്റ്റി കഴിഞ്ഞു. ഞാൻ കയറി കണ്ടു വർത്താനൊക്കെ പറഞ്ഞു. കുഴപ്പമില്ല. ഇപ്പോൾ നിലവിൽ ബെന്നി ബെഹനാന്റെ ആരോഗ്യനിലയിൽ ആശങ്കപ്പെടേണ്ട യാതൊരു സാഹചര്യവുമില്ലെന്ന് ആശുപത്രി അധികൃതർ വ്യക്തമാക്കി. എന്നാൽ 48 മണിക്കൂർ ഡോക്ടർമാരുടെ നിരീക്ഷണത്തിൽ തുടരും. 2 ആഴ്ചയോളം വിശ്രമം വേണ്ടിവരുമെന്നാണ് ഡോക്ടർമാർ അറിയിച്ചിരിക്കുന്നത്. ഇന്നലെ രാത്രി 12 മണിയോടെയാണ് തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങൾക്ക് ശേഷം ബെന്നി ബെഹനാൻ വീട്ടിൽ തിരിച്ചെത്തിയത്. ബെന്നി ബെഹനാന് വിശ്രമം വേണ്ടതിനാൽ തെരഞ്ഞെടുപ്പ് പ്രചരണം എത്രത്തിൽ വേണമെന്ന് ചർച്ച ചെയ്ത് തീരുമാനിക്കുമെന്ന് UDF നേതാക്കൾ വ്യക്തമാക്കി. 10 ദിവസമെങ്കിലും വിശ്രമം വേണമെന്നാണ് ഡോക്ടർമാർ അറിയിച്ചിരിക്കുന്നത്. ചാലക്കുടി മണ്ഡലത്തിലെ പ്രചരണ പരിപാടികൾ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണമെന്നതിനെപ്പറ്റി UDF തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഇന്ന് യോഗം ചേർന്ന് തീരുമാനിക്കും. ക്യാമറ പേഴ്സൺ മുഹമ്മദ് ബുനയ്ക്കൊപ്പം മുഹമ്മദ് സക്കരിയ, മീഡിയ 1, കൊച്ചി.